ഗ്രീൻ കളർ ഷർട്ടും അതിന് ചേർന്ന മുണ്ടുമെടുത്ത് കണ്ണാടിയിലൊന്ന് നോക്കിക്കൊണ്ട് കാശി തുമ്പി എന്ന് കടുപ്പത്തിൽ നോക്കി. അവൻ്റെ നോട്ടം കണ്ടതും അവൾ വേഗം കണ്ണു മാറ്റി തൻ്റെ സെറ്റിൻ്റെ പട്ടുപാവാടയിൽ പിടിച്ച് ഭംഗി നോക്കി നിന്നു. നിനക്ക് ഇതിനുള്ളത് ഞാൻ തരുന്നുണ്ട്. കാശി ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ചുകൊണ്ട് അവിടെ മൊത്തത്തിലൊന്ന് നോക്കി. സെറ്റിൻ്റെ പാവാടയും ഉടുപ്പുമിട്ട് നീളമുള്ള തലമുടി വിടർത്തി അതിന് അടിയിലൂടെ പൂ വെച്ച സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിനെ മാറ്റിയേക്കാൻ അവളുടെ നെറ്റിയിലെ അല്പം വലിയ കറുത്ത പൊട്ടും കാതിൽ ഇത്തിരി വലിയ ജിമിക്കയുമുണ്ട്. കണ്ണുകൂടെ എഴുതണമായിരുന്നോ കാശിയേട്ടാ? കാശിയുടെ നോട്ടം കണ്ടതും തുമ്പി എന്നുകൂടെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് കാശിക്ക് നേരെ തിരിഞ്ഞു. വേണ്ടടി, ഇങ്ങനെ മതി. അല്ലെങ്കിലും നിന്റെ നീലക്കണ്ണിൽ മഷിയൊന്നും ചേരില്ല. ഇങ്ങനെ തന്നെ കാണാൻ ഭംഗി. അവളെ ആ നീലക്കണ്ണിൽ നോക്കി നിറഞ്ഞ പുഞ്ചിരിയുടെ കാശി പറഞ്ഞു കേട്ടതും തുമ്പി പുറകിലേക്ക് നീങ്ങി. എന്തേ? അവളെ പ്രവർത്തി കണ്ട് കാശി പുരുകൻ ചുളിച്ചു. അമ്പലത്തിൽ പോകാനുള്ളതല്ലേ? തുമ്പി നല്ലോണം ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ നോക്കി ഒരു ദീർഘശ്വാസം എടുത്തു. പിന്നെ അവളുമായി പുറത്തേക്ക് നടന്നു. തലേ ദിവസം രാത്രി കിടക്കാൻ വരുമ്പോഴാണ് ഇന്ന് രാവിലെ എല്ലാവരുമായിട്ട് അമ്പലത്തിൽ പോകാമെന്ന് തുമ്പി പറയുന്നത്. ഓഫീസിൽ പോകണമെന്നും പറഞ്ഞിട്ട് അത് കേൾക്കാതെ വാശിയോടെ ഇന്ന് തന്നെ അമ്പലത്തിൽ പോകണമെന്ന് പറയുന്നവളെ ദേഷ്യം പിടിപ്പിക്കാൻ അവന് നിന്നില്ല, സമ്മതിച്ചു. പക്ഷെ പിന്നെയാണ് എന്തിനാ അമ്പലത്തിൽ പോകുന്നതെന്ന് അവൾ പറയുന്നത് കേട്ട് രണ്ടു കൊടുക്കാനാണ് കാശിക്ക് തോന്നിയത്. പക്ഷേ ഈ അവസ്ഥയിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഓർമ്മയിൽ അവന് തല കുടഞ്ഞു. എന്നെങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. എന്നെ സ്നേഹിക്കാൻ പോയപ്പോൾ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. തുമ്പി തൻ്റെ കയ്യിലെ നഖത്തിലേക്ക് നോക്കി പറഞ്ഞു കേട്ടതും അവളെയും കൊണ്ട് അവൻ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. സ്നേഹിക്കാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? അതില്ലാതെ എന്ത് ചെയ്യാൻ? കാശി പുറത്തേക്ക് പോകുമ്പോൾ പിറുപിറുക്കുന്നത് നല്ല വ്യക്തമായി കേട്ടിരുന്നു അവൾ. അത് കേട്ടൊരു കള്ളച്ചിരിയോടെ അവൻ്റെ പുറകെയുണ്ടായിരുന്നു അവളും. താഴേക്കെത്തുമ്പോൾ അമ്മായി അടക്കം എല്ലാവരും റെഡിയായിട്ട് നിന്നിരുന്നു. സുന്ദരിയായിട്ടുണ്ട്. ഒരുങ്ങി വരുന്ന തുമ്പിയെ കണ്ടതും ചൈത്തു ചിരിയോടെ പറഞ്ഞു കേട്ടവൾ ആ കവളിൽ സ്നേഹത്തോടെ ഒന്ന് ചുംബിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? തുമ്പിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചൈത്ത് ചോദിക്കുമ്പോൾ ഇല്ലെന്നതുപോലെ അവൾ കണ്ണ് ചിമ്മി. എന്നാൽ എൻ്റെ അളിയ, ഇത് അളിയന് ഒരു പണിയായല്ലോ. എല്ലാവരും കയറിയതും കാർ മുന്നോട്ടെടുക്കാൻ സമയം അഫി ഒരു ചിരിയോടെ കാശിയെ നോക്കി. അവൻ തിരികെ കൂർപ്പിച്ച് നോക്കുന്ന കണ്ട് അഫി ചിരിയോടെ മുന്നിലേക്ക് നോക്കി ഡ്രൈവ് ചെയ്തു. മുന്നിൽ തെളിഞ്ഞു കത്തുന്ന ദീപങ്ങൾക്ക് നടുവിൽ കണ്ണിനെ കുളിർമയേകി പ്രഭയോടെ ഇരിക്കുന്ന മഹാദേവനെ നോക്കി തുമ്പി നിറഞ്ഞ മനസ്സോടെ കൈകൾ കൂപ്പി. അവളുടെ തൊട്ടടുത്ത് കാശിയുമുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവുക എന്നെനിക്കറിയില്ല. ഒരിക്കലും കിറ്റിൽ നിന്ന് ഓർപ്പിച്ചെടുത്തു നിന്നും ഇപ്പോൾ ഈ കഴുത്തിൽ കിടക്കുന്ന താലിയിലും ഈ വയറിൽ തുടിക്കുന്ന ജീവനിലേക്കും വന്ന് നിൽക്കുന്നു. എല്ലാം നിന്റെ അനുഗ്രഹം. തുമ്പിയുടെ ചുണ്ടിൽ അത്രയും മനോഹരമായ ഒരു പുഞ്ചിരി. അത് പക്ഷെ തൻ്റെ കഴുത്തിന് മുകളിൽ തൂങ്ങുന്നൊരു വാളായിട്ടാണ് കാശിക്ക് തോന്നിയതെന്ന് മാത്രം. അവൻ ദയനീയമായി മുന്നിലേക്ക് നോക്കിയെന്ന് കൈകൊപ്പി. പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കണ്ണുകൾ അടച്ചു തുറന്നു. ആഗ്രഹ സാക്ഷാത്കാരല്ലേ? മനസ്സ് തുറന്ന ഭക്തിയോടെ ശയനപ്രദക്ഷിണം നടത്തിയാട്ടെ. പൂജാരി ചിരിയോടെ പറയുമ്പോൾ കാശി ഒന്ന് തല കുലുക്കിക്കൊണ്ട് ഒന്നോടെ ഭഗവാനെ വണങ്ങി. പിന്നെ തുമ്പിയെന്ന് നോക്കി. അവൾ ഭക്തിയോടെ കണ്ണടച്ച് നിൽക്കുന്ന കണ്ട ഒരു ചിരിയോടെ കാശി മഹാദേവൻ്റെ നടയിലായിട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. പിന്നെ പതിയെ എഴുന്നേറ്റുകൊണ്ട് ചുറ്റമ്പലം ഉരുളാൻ തുടങ്ങി. കൂടെ തുമ്പിയും ബാക്കിയുള്ളവരുമുണ്ട്. കല്ലിന്മേൽ അവൻ്റെ ദേഹം അമർന്ന പാട് വീഴുന്നത് കാണാൻ തുമ്പിയുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി. എങ്കിലും അവൾ അടക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ ഒപ്പം തന്നെ നടന്നു. 7 വട്ടം ഉരുണ്ട് ഒരു പരുവമായിട്ടാണ് കാശി എഴുന്നേറ്റ് നേരെ നിന്നത്. വഴിപാട് കഴിച്ച് പ്രസാദം കൊടുത്തുകൊണ്ട് പൂജാരി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ നിറഞ്ഞ കണ്ണോടെ നിൽക്കുന്ന തുമ്പിയെയും. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കാശിയുടെ കയ്യിൽ തുമ്പി മെല്ലെ പിടിച്ചു. ഞാൻ പിടിക്കാം, ദേഹം നല്ല വേദന കാണും. തന്നെ നോക്കുന്ന കാശിയോട് തുമ്പി പതിയെ പറഞ്ഞതും അവനൊരു ചിരിയോടെ അവളും ചേർത്ത് പിടിച്ചു. വേദനയുണ്ട്, എന്നാലും സാരില്ല, നമുക്ക് വേണ്ടി തന്നെയല്ലേ, അപ്പോൾ ഇത്തിരി വേദനയൊക്കെ സഹിക്കാം. പിന്നെ എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് 100 101 പ്രാവശ്യം ഞാൻ ഉരുളുമെന്ന് നീ നേർന്നില്ലല്ലോ. കാശി പറഞ്ഞു കേട്ടതും തുമ്പി വല്ലായ്മയോടെ അവനെ നോക്കി. ആ, ഞാൻ ചുമ്മാ പറഞ്ഞതാ എൻ്റെ തുഷാരേ, അത്രയ്ക്ക് വേദനയൊന്നുമില്ല. വീട്ടിൽ പോയിന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ഇതൊക്കെ പൊയ്ക്കോളും. അതിന് ഈ നീലക്കണ്ണിങ്ങനെ നിറയ്ക്കണ്ട. കാശിയുള്ള നിറഞ്ഞു നിൽക്കുന്ന കണ്ണ് തുടച്ച് നീക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും തുമ്പി ചിരിയോടെ അവനോട് ചേർന്നു. കാശിയുമായി കല്യാണം കഴിഞ്ഞ് സ്നേഹത്തോടെ കഴിഞ്ഞാൽ അവനെക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു നേർച്ച നടത്താമെന്ന് അവൾ നേർന്നത് നടത്താൻ വന്നതാണ് എല്ലാവരും. അമ്പലത്തിലും തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാശിയുടെ മനസ്സ് അത്രയും തെളിഞ്ഞു നിന്നിരുന്നു. അവൻ തൻ്റെ അരികിൽ തോളിൽ ചാഞ്ഞിരിക്കുന്ന തുമ്പിയെന്ന് നോക്കി. തനിക്ക് ദേഹം വേദനിച്ചെന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുവാണവൾ. തുമ്പിയുടെ തലയിൽ നിന്ന് ചുണ്ടു ചേർത്തവൻ തന്നിലേക്ക് അവളെ അടക്കി പിടിച്ചു. എങ്ങനെയൊക്കെയോ പോകാമായിരുന്ന തങ്ങൾ രണ്ടുപേരുടെയും ജീവിതമാണ് മാറി മറിഞ്ഞത്. ഇത്രയും നാൾ കാണാത്ത പുഞ്ചിരി അങ്ങനെ ചൈത്തുവിൻ്റെ മുഖത്ത്.
ഡ്രൈവ് ചെയ്യുന്ന അഫിയോട് എന്തോ പറഞ്ഞ് ചിരിക്കുന്ന ചൈത്തുവിനെ ഒന്ന് നോക്കി അവൻ ആലോചിച്ചു. അതിനെല്ലാം കാണാൻ തനിക്ക് അടുത്തിരിക്കുന്നവളാണ്. അവളെ എങ്ങനെ സ്നേഹിച്ചാലാണ് അതിൻ്റെ കളം തീരുന്നത്? കാശിക്ക് അവളെ എത്ര അടക്കി പിടിച്ചിട്ടും മതി വന്നില്ല. വേദനയുണ്ടോ കാശിയേട്ടാ? ഹാളിൽ അവൻ്റെ പുറത്ത് ചൂട് പിടിച്ച് കൊടുക്കുവാണ് അമ്മായി. ചൂട് സഹിച്ച് പല്ല് കടിച്ച് കിടക്കുവാണ് കാശി. അത് നോക്കി വിരൽ കടിച്ചുകൊണ്ട് അവനരികിൽ ഇരിക്കുന്നുണ്ട് തുമ്പിയും ബാക്കിയുള്ളവരും. ഓ ഇല്ല, നല്ല സുഖം. കാശി തുമ്പിയെ ചെരിഞ്ഞൊന്ന് നോക്കി കണ്ണുരുട്ടി. അത് കേൾക്കെ അവൾ വിളക്കിനെന്ന് ചിരിച്ചു കാണിച്ചു. പിന്നെ തൻ്റെ അരികിലിരിക്കുന്ന ആഫിയെന്ന് നോക്കി. അവൻ ചിരിക്കുന്ന കണ്ടവൾ തിരികെ അവനെ നോക്കി കണ്ണുരുട്ടി. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി തിരികെ വന്ന് ഭക്ഷണമെല്ലാം കഴിഞ്ഞിരുന്നപ്പോൾ കാശിക്ക് വേദന കൊണ്ടും ഒട്ടുമിരിക്കാൻ പറ്റാതെയായി. അതുകൊണ്ട് തുമ്പി ചൂട് പിടിച്ച് കൊടുക്കാമെന്നും പറഞ്ഞതാണ്. അമ്മായി അതിന് സമ്മതിച്ചില്ല. വിശേഷമായിട്ടിരിക്കുവല്ലേ എന്നും പറഞ്ഞ് അവർ അത് ചെയ്തു. നമുക്ക് ഈ പുറത്ത് നല്ലൊരു ടാറ്റു അടിക്കണം കേട്ടോ കാശിയേട്ടാ. ചിറക് വിരിച്ചു നിൽക്കുന്ന പരുന്തോ അങ്ങനെ വല്ലതും നല്ല രസമായിരിക്കും. കാശിയുടെ വെളുത്ത മുതുക് നോക്കി താടിയിൽ കൈ കൊടുത്തുകൊണ്ട് തുമ്പി പറഞ്ഞതും അമ്മായിയുടെ കൈ മാറ്റി കാശി എഴുന്നേറ്റിരുന്നുകൊണ്ട് അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. നിനക്കിനിയും മതിയായില്ല അല്ലേ? അല്ല, അത് പിന്നെ കാശിയേട്ടന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. കാശി കണ്ണൊട്ടിക്കൊണ്ട് ചോദിച്ച കേട്ടതും അവനെ നോക്കി പതുങ്ങി പറഞ്ഞവൾ. അപ്പോഴേക്കും കോളിംഗ് ബില്ലിൻ്റെ ശബ്ദം കേട്ടതും തുമ്പി പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. ഞാൻ പോയി നോക്കാം. അവിടുന്ന് രക്ഷപ്പെട്ടതുപോലെ തുമ്പി ശ്രദ്ധയോടെ ഡോർ തുറക്കാൻ നടന്നു. അവിടെ നിൽക്കുന്ന പരിചയമില്ലാത്തവരെ കാണി തുമ്പിയുടെ പുരികം ഒന്ന് ചുളിഞ്ഞു. പെട്ടിയും കിടക്കിയും ഒക്കെ കൊണ്ട് ഇവിടെ താമസിക്കാൻ വന്നതാണ് ഇവർ. കാറിൽ നിന്നും ഡ്രൈവർ ഇറക്കി വെക്കുന്ന പെട്ടികളുടെ എണ്ണം കണ്ട് തുമ്പി മനസ്സിൽ ഓർത്തുകൊണ്ട് അവരെ അടിമുടി ഒന്ന് നോക്കി. അച്ഛൻ്റെയൊക്കെ പ്രായം വരുന്ന ഒരമ്മയും ചൈത്തു ചേച്ചിയുടെ പ്രായമുള്ളൊരു പെൺകുട്ടിയും. ആ അമ്മയാണെങ്കിൽ ചുരിദാറക്കിയിട്ട് മേക്കപ്പിൽ മുങ്ങിയതുപോലെ നിൽക്കുവാണ്. ഓ എന്താ ഒരു ചൂട്, ഇവിടെ AC ഒന്നുമില്ലേ? അവർ ചുരിദാർ ഷോളിൻ്റെ തുമ്പെടുത്ത് മുഖത്തേക്ക് വീശിക്കൊണ്ട് പറഞ്ഞു കേട്ട് തുമ്പി ഒന്ന് പല്ല് കടിച്ചു. സാധാരണ ഞങ്ങളെല്ലാം വീടിനകത്താണ് AC വെക്കുന്നത്. അമ്മച്ചിയുടെ വീട്ടിൽ പുറത്തായിരിക്കും അല്ലേ? തുമ്പി തൻ്റെ ഇഷ്ടമില്ലായ്മ പുറത്ത് തെളിയുന്നത് പോലെ പറഞ്ഞു നിർത്തിയതും കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ മുഖം ഒന്ന് വിളറിപ്പോയി. ആരാ? എനിക്ക് മനസ്സിലായില്ല. അവരുടെ മുഖം മാറിയതും തുമ്പി സംശയത്തോടെ ചോദിച്ചു. ആഫി ഇല്ലേ ഇവിടെ? ഞാൻ അവൻ്റെ അമ്മയാണ്. ഇത് പെങ്ങളും. ഞങ്ങളങ്ങ് ദുബായിൽ നിന്ന് വരുന്നതാണ്. മോളങ്ങ് ഹോസ്പിറ്റൽ നേഴ്സാണ്. അവർ അല്പം തല ഉയർത്തി പറയുന്ന കേട്ട് തുമ്പിയുടെ കണ്ണൊന്ന് വിടർന്നു. ആഫിയേട്ടൻ്റെ അമ്മയാണോ? തുമ്പിയുടെ വിടർന്ന മുഖം കണ്ട് ആ പെൺകുട്ടി നേർമയിലൊന്ന് പുഞ്ചിരിച്ചു. ആഫിയേട്ടാ, ദേ ആഫിയേട്ടൻ്റെ അമ്മയും പെങ്ങളും വന്നിരിക്കുന്നു. തുമ്പി വാതിൽക്കിൽ നിന്ന് മാറുന്നുകൊണ്ട് അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് മാഫി അത്ഭുതത്തോടെ എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നു. കൂടെ ചൈതവും. ബാക്കി പിന്നെ മതി അമ്മായി, ഞാൻ എഴുന്നേൽക്കട്ടെ. അവർ വന്നതല്ലേ? പിന്നെയും തനിക്ക് ചൂട് പിടിക്കാൻ വന്ന അമ്മയെ തടഞ്ഞുകൊണ്ട് കാശി പറഞ്ഞതും അവർ തല കുലുക്കി അവിടെ നിന്നും എഴുന്നേറ്റു. കാശി ഷട്ട് റൂമിലായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ടവലെടുത്ത് അവൻ ദേഹത്തിട്ട് പുതച്ചുകൊണ്ട് വാതിലിനരികിലേക്ക് നടന്നു. ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് കാശി ഒന്നും ഞെട്ടി. അതുപോലെ തന്നെയാണ് ചൈത്തുവിൻ്റെയും ആഫിയുടെയും പിന്നെ തൻ്റെ കൂടെ വന്ന അമ്മായിയുടെയും പാർവിൻ്റെയും മുഖം. തുമ്പി മാത്രം ഒന്നും മനസ്സിലാവാതെ എല്ലാവരെയും നോക്കി നിൽക്കുന്നു. ഇതെന്ത് കോലോ അമ്മേ? ആഫി തനിക്കുണ്ടായ ഞെട്ടലിൽ നിന്നും പുറത്ത് വന്നുകൊണ്ട് അവരെ മൊത്തത്തിലൊന്ന് നോക്കി. ഇതൊക്കെയാണ് മോനെ ഇപ്പോഴത്തെ ഫാഷൻ. നിൻ്റെ അമ്മ ഒന്നും കൂടെ സുന്ദരിയായില്ലേ ഇപ്പോൾ? നിങ്ങൾ ഇത്രയും വളർന്ന 2 മക്കളുണ്ടെന്ന് പറയോ ഇപ്പോൾ എനിക്ക്? അവർ സ്വന്തം കവിൾ പതിയെ അമർത്തി പറഞ്ഞു കേട്ടതും ചെയ്ത് ചിരി കടിച്ചു പിടിച്ചു. ആഫി അത് കേട്ട് അവരെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. കാശി മോനെ, സുഖമല്ലേ നിനക്ക്? അമ്മായി ആഫിയെ തനിക്ക് മുന്നിൽ നിന്നും നീക്കി നിർത്തി പറഞ്ഞു കേട്ടതും അവൻ നേർമയിലൊന്ന് പുഞ്ചിരിച്ചു. അവനെ കണ്ടതും മാഫിയുടെ സിസ്റ്റർ വെപ്രാളത്തോടെ അവനെ നോക്കാതെ നാണത്തോടെ മുഖം കുണിച്ചത് ശ്രദ്ധിച്ച തുമ്പിയുടെ കണ്ണുകളൊന്ന് കോർത്തു. സുഖമല്ലേ രഞ്ജു? എങ്ങനെ പോകുന്നു ജോബെല്ലാം? രഞ്ജിനി എന്ന രഞ്ജുവിനെ നോക്കി കാശി ചോദിച്ചതും തുമ്പിയുടെ കണ്ണ് കാശിയിലെത്തി നിന്നു. സുഖം കാശിയേട്ടാ, ജോബെല്ലാം നന്നായി പോകുന്നുണ്ട്. ഇപ്പോൾ 1 മാസം ലീവുണ്ട്, അതിന് വന്നതാ. മഷി എഴുതി നീട്ടിയ കണ്ണ് പിടപ്പിച്ചുകൊണ്ട് രഞ്ജു പറഞ്ഞതും അയ്യെന്നതുപോലെ തുമ്പി അവളെ നോക്കി നിന്നു. എല്ലാവരും അവിടെ തന്നെ നിൽക്കാതെ അങ്ങോട്ട് മാറിക്കൊടുക്ക്, അവർ അകത്തേക്ക് കയറട്ടെ. അമ്മായി ചിരിയോടെ പറഞ്ഞതും എല്ലാവരും വേഗം ഡോറിന് മുന്നിൽ നിന്ന് മാറിക്കൊടുത്തു. അത് കണ്ട് ആഫിയുടെ അമ്മ സുനന്ദ അകത്തേക്ക് കയറി. കൂടെ ചൈതുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് രഞ്ജുവും. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? കാശിയുടെ കല്യാണത്തിന് എന്തോ കണ്ടതല്ലേ നമ്മൾ? സുനന്ദ ചിരിയോടെ ചോദിച്ചുകൊണ്ട് സെറ്റിലിരുന്നതും അമ്മായിയുടെ മുഖം ഒന്ന് മാറി. നേരെയുമായിട്ടുള്ള കാശിയുടെ കല്യാണത്തിൻ്റെ കാര്യമാണ് അവർ പറഞ്ഞത്. അത് ഓർക്കുന്നത് പോലും അവിടെ ആർക്കും ഇഷ്ടമില്ലാത്ത ഒന്നാണല്ലോ. ഇതുപോലെ അമ്മേ, ഇത് എന്ത് കോലം കെട്ടി വന്നേക്കും അമ്മ? അഫി അവർക്ക് നേരെ ഇരുന്നുകൊണ്ട് അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. അഫിയേട്ടാ, എന്തേത്? എന്തിനിങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? ചൈതി വേഗം മാഫിയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. പിന്നെ ഞാൻ ദേഷ്യപ്പെടാതെ ഇവിടെ നിന്ന് പോയ അമ്മയാണോ ഇത്? ഒരുമാതിരി കോലം കെട്ടി വന്നേക്കുക. നീ ഇതൊന്നും കാണുന്നില്ല രഞ്ജു? അഫി രഞ്ജുവിനെ രൂക്ഷമായി നോക്കി.
ഞാൻ അമ്മയുടെ ഇഷ്ടമല്ലേ അഫിയേട്ടാ, ഞാൻ എങ്ങനെയാ എതിര് നിൽക്കുന്നത്? രഞ്ജു ഒന്ന് പരുങ്ങിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അഫി അമർഷത്തോടെ അങ്ങനെയിരുന്നു. ഓരോന്നും പറയുമ്പോഴും കാശി പുതച്ച ടവലിൽ നിന്ന് പുറത്ത് കാണാം അവൻ്റെ ദേഹത്തേക്ക് രഞ്ജുവിൻ്റെ കണ്ണുകൾ ഇഴയുന്നത് കാണേ തുമ്പിയുടെ ചുണ്ടൊന്ന് കോർത്തു. പോയി ഡ്രസ്സ് മാറിയിട്ട് വാ കാശിയേട്ടാ, ചോര ഊറ്റിക്കൊടുക്കുന്ന കൊതുക് നിറച്ചു. രഞ്ജുവിൻ്റെ നോട്ടം കാണി തുമ്പി കൈ രണ്ടും മൂന്നും മേലേക്ക് ഉയർത്തിക്കൊണ്ട് കൈ തമ്മിൽ കൂട്ടിയടിച്ചുകൊണ്ട് പറഞ്ഞതും കാശി അവളെ സൂക്ഷിച്ചു നോക്കി. അത് കാണി രഞ്ജുവിനെ കാട്ടിക്കൊടുത്തവന് കാശി ഗൗരവത്തിൽ അവളെ നിന്ന് നോക്കിക്കൊണ്ട് മെല്ലെ തല കുലുക്കി. അഫി, ഇവരെ ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. അഫിയോട് അതും പറഞ്ഞ് റൂമിലേക്ക് പോകുന്ന കാശി നോക്കി രഞ്ജു മുഖമൊന്ന് അമർത്തി തുടച്ചു. എന്നിട്ട് തുമ്പിയെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു കാണിച്ചു. വന്ന കാര്യം നിൽക്കാതെ ഇരിക്കു ചേച്ചി, എന്തായാലും ഉച്ചയ്ക്കുള്ള ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് പോയാൽ മതി. നിങ്ങളിവിടെ നിന്നും അതിന് ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്നെന്ന് കൊച്ചിനോട് ആരാ പറഞ്ഞത്? തുമ്പി പറഞ്ഞു കേട്ടതും അഫിയുടെ അമ്മ സുനന്ദ പറഞ്ഞുകൊണ്ട് സീറ്റിൽ ഞെളിഞ്ഞിരുന്നു. പിന്നെ പോകാതെ ഇവിടെ നിൽക്കാൻ വന്നതാണോ അമ്മ? ആഫിയുടെ സംസാരം ഇഷ്ടപ്പെടാത്തതുപോലെ ചോദിച്ചു. അല്ലാതെ പിന്നെ, നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുത്തേക്കുമല്ലേ മോനെ. ഒരു മാസം മുന്നേ പറഞ്ഞിട്ട് വരാനൊന്നും പറ്റിയില്ല, പെട്ടെന്ന് ഇങ്ങനെ പോന്നു. എത്ര നാളെ ഈ നാട്ടിലേക്കൊക്കെ വന്നിട്ട്? സുനന്ദ പറഞ്ഞു കേട്ടതും ചൈതു പതിയൊന്ന് ചിരിച്ചു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, ചൈതു പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. കൂടെ തന്നെ അമ്മായി, നിനക്ക് ആ കാലിൻ്റെ മുടന്ന് കുറച്ചുകൂടെ കൂടിയോ പെണ്ണേ? തനിക്ക് നേരെ ചിരിയുടെ ജ്യൂസ് നീട്ടി ചൈത്തുവിനെ നോക്കി സുനന്ദ പറഞ്ഞു കേട്ടതും ചൈതു വെറുതെ ചിരിക്കാനൊന്ന് ശ്രമിച്ചു. അതേസമയം തന്നെ കാശി റെഡിയായി ഇറങ്ങി വന്നിരുന്നു. അമ്മ ചൈതുവിൻ്റെ കാല് നോക്കി കണക്ക് പറഞ്ഞ് പൈസ വാങ്ങിപ്പോൾ ഉണ്ടായിരുന്ന അതേ കുറവേ അവൾക്ക് ഇപ്പോഴും ഉള്ളൂ. ഇനി കാലിന് ശക്തി കുറഞ്ഞെന്നും പറഞ്ഞ് പൈസ വാങ്ങാൻ വന്നതാണോ അമ്മ? അഫി അമർഷത്തിൽ ചോദിച്ചു കേട്ടതും അവരുടെ മുഖമൊന്ന് വിളറി. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല മോനെ. ഇങ്ങനെയായാൽ നിന്റെ കുഞ്ഞിനെ കാണാനുള്ളൊരു യോഗം എനിക്കുണ്ടാകില്ലല്ലോ, അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നുള്ള ചികിത്സയെല്ലാം തുടങ്ങണം, വയസ്സ് കൂടി വരുക. സുനന്ദ പറഞ്ഞു കേട്ടതും മനസ്സിലാവാതെ അവരെ നോക്കി തുമ്പി. ചൈത്യ ചേച്ചിക്ക് യൂട്രസ് റിമൂവ് ചെയ്ത വിവരം അഫിയേട്ടന് മാത്രമേ അറിയൂ തുമ്പി. ചേച്ചി ഇഷ്ടമായപ്പോൾ പിന്നെ ആരോടും പറയേണ്ടെന്ന് അഫിയേട്ടൻ നിർബന്ധം പിടിച്ചിരുന്നു. തുമ്പിയുടെ നിൽപ്പ് കണ്ട് പാറു രഹസ്യമായി അവളോട് പറഞ്ഞു. ആ സമയം തന്നെ ഫ്രഷായിട്ട് കാശിയും താഴെ വന്നിരുന്നു. അപ്പോൾ അഫിയേട്ടൻ്റെ അമ്മയൊന്നും അറിഞ്ഞില്ലേ? തുമ്പി ചോദിച്ച കേട്ടതും സുനന്ദ അവളെ സംശയത്തോടെ നോക്കി. കൂടെ ബാക്കിയുള്ളവരും. അഫിയേട്ടന് സാധാരണ രീതിയിൽ കുട്ടികളുണ്ടാകില്ലെന്ന്, അഫിയേട്ടന് സ്പ്രേം വളരെ കുറവെന്ന്, ഉള്ളതാണെങ്കിൽ അധികം ആരോഗ്യമുള്ളതുമല്ല. തുമ്പി വിളിച്ച് പറഞ്ഞ കേട്ടതും അഫി വാ തുറന്ന് നിന്നുപോയി. ചൈത്തുവാണെങ്കിൽ കേൾക്കാൻ പാടില്ലാത്ത കേട്ടതുപോലെ ഞെട്ടി നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും ഭാവം അത് തന്നെ. എന്തൊക്കെയാ കുട്ടി പറയുന്നേ? എല്ലാവരുടെയും മുന്നിൽ ഏട്ടനെ കൊച്ചാക്കാതെ. രഞ്ജു അല്പം പതർച്ചയുടെ കാശി നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ തുമ്പിയോട് പറഞ്ഞു. ഞാനെന്തിനാ കള്ളം പറയുന്നേ? ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞുള്ള കാര്യമാണ് ഞാൻ പറയുന്നേ. അതുകൊണ്ട് തന്നെ IVF ട്രീറ്റ്മെൻറ്റ് വഴി ഇവർക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. ബട്ട് ചൈതു ചേച്ചി വഴിയല്ലെന്ന് മാത്രം. ചേച്ചിക്ക് ചെറിയ എന്തൊക്കെയോ ഇഷ്യൂ, സറോഗസി. തുമ്പി പറഞ്ഞു നിർത്തിയതും രഞ്ജു സംശയത്തോടെ ചോദിച്ചു. അതെന്ന രീതിയിൽ അവൾ തല കുലുക്കി. കാശിയാണെങ്കിൽ തുമ്പിയുടെ അങ്ങനെയുള്ള സംസാരത്തിൽ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തുമ്പി പറയുമെന്ന് കരുതിയില്ല. ഇതിപ്പോൾ എല്ലാ അവകാശങ്ങളും ചൈതുവിനും അഫിക്കും കൊടുത്ത പോലെ. ആ ഓർമ്മയിൽ കാശിയുടെ കണ്ണൊന്ന് നനഞ്ഞു. എങ്കിലും വേഗം തന്നെ ഗൗരവത്തിൻ്റെ മുഖം മൂടിയെടുത്ത് അണിഞ്ഞു അവൻ. ആരാ കുട്ടി? എവിടെയുണ്ടിപ്പോൾ? രഞ്ജുവിന് ആകാംക്ഷ. ഞാൻ തന്നെ. എൻ്റെ വയറ്റിലാ ചൈതു ചേച്ചിയുടെയും അഫിയേട്ടൻ്റെയും കുഞ്ഞു വളരുന്നത്. തുമ്പി തൻ്റെ ഒട്ടിക്കിടക്കുന്ന കുഞ്ഞു വയർ തലോടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും സുനന്ദ വെപ്രാളത്തോടെ എഴുന്നേറ്റു. എൻ്റെ മോൻ്റെ കുഞ്ഞാണോ ഇത്? നിറഞ്ഞ കണ്ണോടെ സുനന്ദ തുമ്പിയുടെ വയറിൽ കൈവച്ച് പറഞ്ഞു കേട്ടതും അവൾ ചിരിയോടെ തലകുലുക്കി. ഞെട്ടലോടെ നിൽക്കുന്ന അഫിയെയും ചൈതുവിനെയും നോക്കി ഒന്നുമില്ലെന്നതുപോലെ കണ്ണു ചീമാനും അവൾ മറന്നില്ല. പൊന്നു മോനെ. സുനന്ദ താഴെ ഇരുന്നുകൊണ്ട് തുമ്പിയുടെ വയറിൽ ചുറ്റി പിടിച്ചുകൊണ്ട് വിളിച്ച കേട്ടതും അവൾ അല്പം പിന്നിലേക്ക് നീങ്ങി. കുഞ്ഞാണാണോ പെണ്ണാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല, തുമ്പി അല്പം അനിഷ്ടത്തോടെ പറഞ്ഞു. എന്തോ മോന്ന് അവർ വിളിച്ചത് അവൾക്കിഷ്ടമായില്ല. ചിലപ്പോൾ പെണ്ണാണെങ്കിലോ? മോൻ തന്നെയാകും, എൻ്റെ പ്രാർത്ഥനയുണ്ട്. സുനന്ദ ചിരിയോടെ പറഞ്ഞു കേട്ടതും അവൾ താല്പര്യമില്ലാത്തതുപോലെ തലയൊന്ന് തിരിച്ചു. ഇത്രയും സന്തോഷം നിറഞ്ഞ കാര്യമുണ്ടായിട്ടും നീ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ അഫി. സുനന്ദ അഫിക്കെതിരെ പരാതിക്കെട്ടഴിച്ചു. അമ്മ ഇപ്പോൾ അറിഞ്ഞല്ലോ. ആരുടെയും മുഖത്ത് നോക്കാതെ അഫി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. തുമ്പി എതിർത്ത് പറയാൻ പറ്റുന്നില്ല. അത് അവളുടെയും കാശിയുടെയും കുഞ്ഞാണെന്നറിയാം. എങ്കിലും വീണ്ടും വീണ്ടും സ്വന്തമായി ഒരു കുഞ്ഞിന് വേണ്ടി കൊതിച്ചു പോകുന്നത് കൊണ്ടാണോ എന്തോ ഒന്നും എതിർത്ത് പറയാൻ പറ്റാത്തത്. ആഫിയുടെ കണ്ണ് ചുവന്നു തുടങ്ങി. എന്തായാലും ഞാൻ ഇനി പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അതുവരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഈ പെണ്ണിൻ്റെ വയറ്റിലാണ് കുഞ്ഞെങ്കിലും അതിൻ്റെ മോൻ്റെ കുഞ്ഞാണല്ലോ. സുനന്ദ പറഞ്ഞു കേട്ടതും അഫിയും ചൈത്തും ഒന്നും ഞെട്ടി. കുറച്ച് ദിവസം പോലും അവരെ സഹിക്കാൻ പാടാണ്.
അപ്പോഴാണ് ഇനി ഒരു വർഷം വരെ ഇവിടെ നിൽക്കുന്ന കാര്യം അഫി അറിയാതെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു പോയി.